ഇന്നലെ തൃശൂർ ജില്ലയിലെ തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി എത്തി ഒരു സ്ത്രീയുടെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ബാങ്ക് ലേലത്തിൽ സ്ഥലം വിറ്റ ശേഷം ലഭിച്ച അധിക തുക തിരികെ നൽകാത്തതിനെ തുടർന്നായിരുന്നു പോട്ടാർ സ്വദേശിനിയായ സരസ്വതിയുടെ പ്രതിഷേധം. പലതവണ അധിക തുകയ്ക്കായി ബാങ്കിനെ സമീപിച്ചുവെങ്കിലും പണം ലഭിച്ചില്ല. തുടർന്നാണ് ബാങ്കിൽ പെട്രോളുമായി എത്തിയത്. നമുക്കിപ്പം സരസ്വതി ചേരുന്നുണ്ട് തത്സമയം. നമസ്കാരം സരസ്വതി, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ബാങ്കിലൊക്കെ പോയി പെട്രോളുമായിട്ടൊക്കെ പോയി, എന്തു പറ്റി? സാറ് അവര് ലേലം ചെയ്ത് 21 സെന്റ് ഭൂമി 23,62,500 രൂപയ്ക്ക് ലേലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് അവർക്ക് മുഴുവൻ പൈസ അവർ അതിൻ്റെ പിടിച്ചു. ഇവിടെ വീട് ഇരിക്കുന്നത്, ഞങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തുമ്മ ഉള്ള കട കൂടി പിടിച്ചപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾക്ക് 2 ലക്ഷം നിങ്ങളെ തരാറുള്ളൂ എന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞു. എത്ര നാൾ മുമ്പ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരൂർ സഹകരണ ബാങ്ക് അല്ലേ? അതെ അതെ അതെ. എത്ര ലക്ഷം രൂപയാ ലോൺ എടുത്തത്? എന്തിനു വേണ്ടിയാ ലോൺ എടുത്തത്? അത് വീടിന്റെ ഇതൊക്കെ പണിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എടുത്തത്. പക്ഷെ അത് അടയ്ക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എത്ര വർഷം മുമ്പ് ലോൺ എടുക്കുന്നത് സരസ്വതി? കംപ്ലൈന്റ് വന്ന് ആകെ 2008 എടുത്തു. എത്ര ലക്ഷം രൂപ എടുത്തു? 3 ലക്ഷം. 3 ലക്ഷം രൂപ എടുത്തു. അവിടെയും 3 ലക്ഷം എടുത്തിട്ടുണ്ട്. 21 സെന്റിമിൽ 3. അവിടെയും 3 ലക്ഷം എടുത്തിട്ടുണ്ടായി. ഓക്കെ. അപ്പൊ 2008 കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എടുത്തത്. മനസ്സിലായി. അപ്പൊ 6 ലക്ഷം രൂപ മൊത്തം എടുത്തു. അതിൽ എത്ര അടച്ചു സരസ്വതി അമ്മ? മൊത്തം എടുത്തു എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല സാറേ. ഇവിടത്തെ എടുത്തതിൻ്റെ ഇതിൽ 3 ലക്ഷം ആക്കാൻ വേണ്ടിയിട്ട് അവര് ഇവിടെ എടുത്തത് 1.5 ലക്ഷമാണെന്ന് തോന്നുന്നുണ്ട്. അതെടുത്തത് 3 ആയി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പലിശ മുതൽ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എടുത്ത ഭൂമിയും അവിടെ എടുത്ത ലോണിന്ന് ഇവിടുത്തെ കടങ്ങളൊക്കെ വീട്ടിച്ചു അവര്. അപ്പം മൊത്തം അവസാനം എത്ര ലക്ഷം രൂപ ഉണ്ടായിരുന്നു? കട 6 ലക്ഷം. 6 ലക്ഷം രണ്ടിന്റെയും കൂടി 6 ലക്ഷം രൂപ. അപ്പം അതിനുശേഷം ഈ സ്ഥലത്തിന് എത്ര കിട്ടി? 21 സെന്റിന് 23 ലക്ഷം രൂപ കിട്ടി അല്ലേ? 23,62,500 രൂപ ഒരു വിലയിട്ട്. ഇനി തിരിച്ച് സരസ്വതി അമ്മയ്ക്ക് എത്ര കിട്ടാനുണ്ട്? ബാക്കി 15 ലക്ഷം തിരിച്ച് കിട്ടാനുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങൾ 10 ലക്ഷം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാ പറഞ്ഞുള്ളൂ. ബാക്കി മുഴുവനും നിങ്ങൾ 2 ഇതിലായി പിടിക്കുക. ഞങ്ങൾക്ക് ജീവിക്കാൻ മൊത്തത്തിൽ 6 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. പലിശ സഹിതം അത് എത്ര വരും? പലിശ സഹിതം ഒരു 11 പറഞ്ഞിരിക്കുന്നത് തോന്നുന്നു. പിന്നെന്താ ബാക്കി പൈസ? 2ന്റെയും കൂടിയിട്ട് 13. ഞങ്ങള് പറഞ്ഞത് 13 എടുക്കാൻ. ബാക്കി 10 തിരിച്ചു തരിക. 23,60,000 ആണല്ലോ കിട്ടിയത്. 13 ലക്ഷം അവരുടെ മുതലും ബാക്കി 10 ലക്ഷം നമുക്ക് തിരിച്ചു തരണം. അതിനകത്ത് എന്താ അവർക്ക് അത് തിരിച്ചു തരാൻ എന്താ ബുദ്ധിമുട്ട്? അവരെന്താ പറയുന്നത്? 20 ലക്ഷം അവരെടുക്കുന്നു പറഞ്ഞു. അതങ്ങനെ 20 ലക്ഷം എടുക്കുക? നിങ്ങൾ 6 ലക്ഷം ആദ്യം വാങ്ങി. ഞങ്ങൾക്ക് 2 ലക്ഷത്തി ചില്ലറയുള്ളൂ. അതെ, 6 ലക്ഷത്ത് വാങ്ങി കഴിഞ്ഞിട്ട് 6 ലക്ഷത്തിന്റെ മൊത്തം കടം, മൊത്തം പലിശ സഹിതം 13 ലക്ഷം എടുത്തോളാം നിങ്ങൾ പറയുന്നു. പക്ഷേ 2 ലക്ഷം തരൂ എന്ന് പറയുന്നു. 10 ലക്ഷം തരേണ്ടടുത്ത് 2 ലക്ഷം തരൂ എന്ന് പറയുന്നു. അതെന്താ ഏർപ്പാടാ? അപ്പം അവരെന്താ പറയുന്നത്? ഈ 20 ലക്ഷത്തിലേക്ക് അവരെങ്ങനെ എത്തിയത്? ഇത്രയും പലിശ ഉണ്ടെന്ന് അവർ പറയുന്നു. കൂട്ടുപലിശ എല്ലാം കൂടെ ചേർത്തു. അതായിരിക്കണല്ലോ. അപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചു, സാറിനോട് ചോദിച്ചു, അവിടുത്തെ സാറിനോട് ചോദിച്ചു, ഇത് എങ്ങനെ ആയ പറ്റില്ല, ഞങ്ങൾക്ക് 2 പേർക്കും വയസ്സായതാണ്, എനിക്കാണെങ്കിൽ ഒന്നും നടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല, വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടാണ് കിടക്കുന്നത് സാറ്. മനസ്സിലായി. സരസ്വതി അമ്മയുടെ വീട്ടിൽ 10 ലക്ഷം ഞങ്ങൾക്ക് തന്നാലേ ജീവിക്കും. 2 പെൺകുട്ടികൾ അവര് വീട്ടിലില്ല. ഒരാൾ അവരുടെ കല്യാണം കഴിച്ച അവരൊക്കെ ഒരാൾ വാടകയ്ക്ക, ഒരാൾ ഒരു 3 സെന്റ് സ്ഥലം മേടിച്ച് വീട് പണിതുണ്ട്, കടക്കി ആയിട്ട് പണിതുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളെ നോക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഈ പെൻഷൻ കിട്ടണോണ്ടാ 2 ആളും.
ആൾക്ക് 10-75 വയസ്സ്. ആൾക്ക് പ്രഷർ തലയ്ക്ക് അടിച്ചിട്ടേ വായ കൂടി മൂക്കി കൂടെ ഒക്കെ രക്തം വന്ന് ആകെ പ്രശ്നമായി. അപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ അല്ലേ? ഈ വീട് ഇപ്പോ വിറ്റോ? പോയായിരുന്നു. അപ്പൊ പോവാൻ പറ്റില്ല. ഇപ്പൊ സരസ്വതി അമ്മയും ചേട്ടനും താമസിക്കുന്ന വീടിന്റെ അവസ്ഥ എന്താ? അത് വിറ്റോ? വീട് വിറ്റിട്ടില്ല. അവര് പറഞ്ഞു ഇതിന്റെ കടം വീട്ടി അതിന്റെയും കടം വീട്ടിയിട്ടാണ് ആ പൈസ എടുക്കണേന്ന് പറഞ്ഞു. ഓ അത് ശരി. ആ 21 സെന്റിന്റെ കൊടുത്തപ്പോ ഈ വീടിന്റെ ജപ്തി മാറി കിട്ടി അല്ലേ? ആ ജപ്തി മാറ്റി തരാന്നാണ് പറഞ്ഞിരിക്കണേ. ശരി. അപ്പൊ എന്തായാലും സരസ്വതി അമ്മയ്ക്ക് ആവശ്യം 10 ലക്ഷം രൂപ. 13 ലക്ഷം അവരെടുത്തിട്ട് 13,60,000 രൂപ ബാങ്ക് എടുത്തോട്ടെ. 6 ലക്ഷമായിരുന്നു പലിശ സഹിതം. 13 ലക്ഷം എടുത്തോട്ടെ. ബാക്കി 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം. അതുണ്ടെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റൂ. കാര്യം 21 സെന്റ് പോയല്ലോ. ആ 10 അങ്ങനെ പറഞ്ഞു. 10 ലക്ഷം കുറച്ച് പൈസയെങ്കിലും അടച്ചായിരുന്നോ നേരത്തെ ഈ ലോൺ എടുത്ത ഞാൻ സമയത്ത്? ജീവിച്ചിട്ട് കാര്യമില്ല തോന്നി എനിക്ക്. ഇല്ല അയ്യോ അങ്ങനൊന്നും വിചാരിക്കണ്ട. അതൊക്കെ നടക്കും. അടയ്ക്കാൻ പറ്റിയില്ല. അടയ്ക്കാൻ പറ്റിയില്ല. ആ ശരി. അല്ലല്ല സരസ്വതി അമ്മ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. നമുക്ക് ബാങ്കുമായിട്ട് കൂടി ഇത് ബന്ധപ്പെടാം. സരസ്വതി അമ്മ അങ്ങനെ ആലോചിക്കൊന്നും വേണ്ട, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്തായാലും ബാങ്കുമായിട്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഒരു തീർപ്പുണ്ടാക്കാം. ബാങ്കുകാരും കൂടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കാര്യം അവിടെ കോപ്പറേറ്റീവ് ബാങ്ക് ആണല്ലോ. അവിടെ പൈസ ഇടുന്നതും സാധാരണക്കാരായ മനുഷ്യരായിരിക്കും. അവർക്ക് ബാങ്കിലെ സെക്രട്ടറി പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മളോട് അത്രയും ഇതായിട്ടാണ് പെരുമാറിയിരിക്കണേ. ഇവിടുത്തെ ആള് ഒരിക്കൽ ചെന്ന് ചോദിച്ചു എന്തായി ഇതിന്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ചോദിച്ചു നിനക്ക് എപ്പോഴും ഇത് ചോദിക്കാൻ വരില്ലെന്ന് തന്നെ ഞാൻ എന്താ വേണമെന്ന് പറഞ്ഞിട്ട് അടിക്കാനേറ്റു. ഒന്നും ചെയ്യാൻ പാടില്ല. പ്രായമായ മനുഷ്യരല്ലേ. മാത്രമല്ല നമ്മൾ വിശ്വസിച്ചായിരിക്കുമല്ലോ ഇടപാടുകൾ നടത്തുക. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. പൈസ അടയ്ക്കാൻ പറ്റിയില്ല. കൊടുത്തു 21 സെന്റ് ഭൂമി കൊടുത്തു. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൊണ്ടുപോയി 6 ലക്ഷം രൂപ കൊടുത്തു. 21 സെന്റ് ഭൂമി വിറ്റു. ബാക്കി പൈസ തിരിച്ചു തരണം. അത്രേ ഉള്ളൂ. അതെ നമുക്കൊന്ന് ആലോചിക്കാം. എനിക്ക് മനസ്സിലായി. അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ അവര് അങ്ങനെ പറയുന്നൊന്നും ശരിയല്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാം സരസ്വതി അമ്മ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് പോകാൻ വഴി ഉണ്ടാക്കാൻ നോക്കാം. അവർ പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമായിരിക്കും. ഒരു പലിശയൊക്കെ കൂട്ടി വരുമ്പോൾ സാധാരണ ബന്ധപ്പെട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. സാറ് ശരിയല്ല, സെക്രട്ടറി സാറ് ശരിയല്ല. ആ സെക്രട്ടറി അല്ലേ? ഓക്കെ അതുപോട്ടെ. വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് നോക്കാം സരസ്വതി അമ്മ. എന്തായാലും തിരൂര് നമ്മളുമായിട്ട് ഒന്ന് സംസാരിക്കാം. തിരൂർ സഹകരണ ബാങ്കുമായിട്ട് സംസാരിക്കാം. സഹകരണ ബാങ്കുകളാണ് പ്രത്യേകിച്ച് ഇത്തരം അവസ്ഥകളൊക്കെ കാണുമ്പോൾ ബാങ്കുകൾ ഇടിഞ്ഞു വീഴാറായിട്ടൊക്കെ കിടക്കണം സാറേ. ഞങ്ങളുടെ മനസ്സിലായി. അത് കണ്ടു. അത് ഞങ്ങളുടെ പ്രതിനിധി അത് ഇടിഞ്ഞു വീഴാറായിട്ടാ കിടക്കണേ. മനസ്സിലായി. ആ വീടിന്റെ അമ്മ ഇരിക്കുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വീടിന്റെ അവസ്ഥ. കഴിവില്ലാണ്ട ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ വെച്ചിട്ടല്ലല്ലോ അത് പറയുന്നത്. ഒരു ജനല ഞങ്ങള് തുണി ഇട്ടിട്ട് മറിച്ചിട്ടാ കിടക്കണം. മനസ്സിലായി. വിഷമിക്കണ്ട. എല്ലാ ജനലും തുണിയിട്ട് മറിച്ചിട്ടാ കിടക്കണം. മനസ്സിലായി. ഇത് കാണുന്നുണ്ടാവും. തിരൂര് ബാങ്കിലെ അധികൃതരും സെക്രട്ടറിയൊക്കെ ഇത് കാണുന്നുണ്ടാവും. നിങ്ങൾ ആ കുടുംബത്തിന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കി വേണം പെരുമാറാൻ. ബ്ലേഡ് മാഫിയ ചെയ്യുന്നത് പോലെ സഹകരണ സ്ഥാപനങ്ങൾ ചെയ്യാൻ പാടില്ല എന്താണെങ്കിലും. അതെന്തായാലും ബാങ്കുകാരുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാം. താങ്ക് യു അമ്മ. സരസ്വതി അമ്മ, അപ്പോൾ ചേട്ടനോട് സന്തോഷമായിട്ടിരിക്കാൻ പറയൂ. കാര്യങ്ങളൊക്കെ തീരുമാനമാവും കേട്ടോ. അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. താങ്ക് യു.